ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഓർഗൻസ മെറ്റീരിയൽ വെച്ചൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ മെറ്റീരിയൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. ഒന്നുകൂടി മടക്കുക. നമ്മൾ യോക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് ഞാനിവിടെ 16 എടുക്കുന്നത്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് അത് ലെവൽ ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഞാനിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അടയാളപ്പെടുത്തി, അതിനുശേഷം ബ്രസ്റ്റ് അളവ് എത്രയാണോ അത് അടയാളപ്പെടുത്തി, അതിനുശേഷം ഷേപ്പ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് വരച്ചു ജോയിൻ ചെയ്ത് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ബോട്ടിനൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് താഴ്ഭാഗമാണ് ഇനി കട്ട് ചെയ്യേണ്ടത്. താഴ്ഭാഗം കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇട്ടതിന് ശേഷം 40 ഇഞ്ച് ലെങ്തിൽ നമ്മൾ ലെവലിൽ മുറിച്ചെടുക്കുകയാണ്. ഇത് ഞൊറുവിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് വേറെ കട്ടിങ്ങൊന്നുമില്ല. 40 ഇഞ്ച് ലെങ്തിൽ അത് കട്ട് ചെയ്തെടുത്തു. 2 പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത് വീണ്ടും മെറ്റീരിയൽ കറക്റ്റ് ലെവലാക്കി ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത മെറ്റീരിയൽ എടുത്ത് വെച്ച് അത് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുത്തു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ സ്റ്റിച്ചിങ് ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് രണ്ടും വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വെട്ടാനുള്ളത് സ്ലീവാണ്. സ്ലീവ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ട അത് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി അവിടെ കൈക്കുഴി അടയാളപ്പെടുത്തി നമുക്കത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി കട്ട് ചെയ്യാനുള്ള ലൈനിങ് ആണ്. ലൈനിങ് ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ലൈനിങ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് യോക്ക് പാർട്ട് അതിന് മുകളിലേക്ക് വയ്ക്കുക. അതിനുശേഷം അതേ അളവിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കർട്ട് പാർട്ടിനുള്ള ലൈനിങ്ങാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് സ്കർട്ട് പാർട്ടിനുള്ള ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുത്ത് അത് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. 2 പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ ലൈനിങ് കട്ട് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ലൈനിങ്ങിൽ നമ്മൾ ഞൊറു ഇടുന്നില്ല, അതുകൊണ്ട് അമ്പർല ടോപ്പ് കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ കാണിക്കാം. ആദ്യം 2 പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ 2 പീസും ഇതുപോലെ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. ഇതിപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ 2 പീസും എടുത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം നമ്മുടെ ആ യോക്ക് പാർട്ട് എടുത്ത് വെക്കുക. യോക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ട് അതേ അളവിൽ നിന്നും ആ ഷേപ്പിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടെ ഷേപ്പ് ചെയ്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിൽ ഒരു കെട്ടിനായിട്ടുള്ളത് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇപ്പോഴത്തെ ഡ്രസ്സുകൾക്കെല്ലാം ഉണ്ട് ബാക്കിലൊരു കെട്ട്. നമുക്ക് ബാക്കിൽ കെട്ട് പിടിപ്പിച്ചാൽ ഡ്രസ്സ് നല്ല ഷേപ്പിന് കിടക്കും. അതുകൊണ്ട് ഞാനത് ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം യോക്ക് പാർട്ട് എടുത്തതിന് ശേഷം നല്ല പാർട്ട് ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് നമുക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് നമുക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ട് നെക്കിൽ ഒരു പൊത്തിട്ട് കൊടുത്ത് നമുക്ക് അടിച്ച് മറിച്ചെടുക്കണം. പൊത്തിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രസർ അകലത്തിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു പ്രസർ അകലത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബാക്ക് പാർട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ അടിച്ചു മറിക്കുന്നില്ല. അടിച്ചു മറിക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടിച്ചു മറിക്കത്തുള്ളൂ. ബാക്ക് പാർട്ടിൽ നമ്മൾ കൊത്തിട്ട് കൊടുത്തതിന് ശേഷം ലൈനിങ് മാത്രം വെച്ചാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഷോൾഡർ നമ്മൾ കൂട്ടിയെടുത്ത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ തമ്മിൽ ഇതുപോലെ ബാക്ക് പാർട്ട് വെക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ വെച്ചത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ രണ്ടും അടിച്ചതിന് ശേഷം നമുക്കതിനെ മറിച്ചെടുക്കാം. മറിച്ചെടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പൊക്കോളും. പുറത്തേക്കൊട്ടും സ്റ്റിച്ചിങ് കാണൂല. അതിനുശേഷം നമുക്ക് യോക്ക് പാർട്ടിലേക്ക് നമുക്ക് സ്കർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഞൊറുവിട്ടാണ് എടുക്കുന്നത്. ഞൊറുവിട്ടെന്ന് വെച്ചാൽ ബോക്സ് രീതിയിലുള്ള ഞൊറുവാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് ഞൊറുവിട്ടെടുത്ത് പിന്നെ ഇങ്ങോട്ട് ഞൊറുവിട്ടെടുത്ത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞൊറുവിട്ടെടുക്കുന്നത്. ബോക്സ് ആകൃതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ആദ്യം ഇങ്ങനെ ഒരു ഞൊറുവിടുക. അതിനുശേഷം തിരിച്ച് മറിച്ചൊരു ഞൊറുവിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്കർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൽ ഞൊറുവൊന്നും ഇടുന്നില്ല, ചുമ്മാ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ ലൈനിങ് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ പാർട്ടും വെച്ച് നമുക്കത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഭാഗം നമ്മൾ ലോക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ ഒരു ലേസ് പിടിപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആദ്യം തന്നെ ലോക്ക് ചെയ്തെടുക്കുന്നത്. ലേസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലേസ് ഫ്രണ്ടിൽ പിടിപ്പിച്ച് കൊടുക്കാം. യോക്ക് പാർട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം താഴ്ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മുകൾ ലേസിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്യുന്ന ലേസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ബാക്ക് പാർട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പാർട്ടിൽ നമ്മൾ ലേസ് പിടിപ്പിക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ ലേസ് പിടിപ്പിക്കുന്നുള്ളൂ. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. എൻ്റെ സ്ലീവും ഞാൻ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സ്ലീവിനെ ഷോൾഡറുമായിട്ട് കൂട്ടിയടിക്കണം. കൈക്കുഴിയിലേക്ക് വെച്ച് അതുമായിട്ട് കൂട്ടി അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ബോഡി പാർട്ട് ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ കൈ വെച്ച് സ്ലീവ് വെച്ചിട്ട് ഇതുപോലെ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീണ്ടും മറിച്ച് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ഫുള്ള് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൽ നമ്മൾ ലൈനിങ് വയ്ക്കുന്നില്ല. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഈ പടിക്കുള്ള വെക്കാനുള്ള മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബോക്സ് പോലെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിനെ മറിച്ചെടുക്കണം. രണ്ടും ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് മറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഗൗണിൻ്റെ രണ്ട് സൈഡും സ്ലീവിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൈക്കുഴി വരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം താഴേക്ക് കൊണ്ടുവന്ന് അവിടെ നമുക്കൊരു ഈ കെട്ടിൻ്റെ ഭാഗം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ലൈനിങ് മാറ്റിയതിന് ശേഷം പിന്നെ നല്ല പീസ് മാത്രം വെച്ച് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ലൈനിങ് പിന്നീടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
അതിനുശേഷം നമുക്ക് ലൈനിങ്ങും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് താഴ്ഭാഗത്ത് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം ഗൗണിൻ്റെ താഴ്ഭാഗവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യും. ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.